ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ നാടുകളിൽ പത്രങ്ങളോ പത്രങ്ങളൊക്കെ ചുരുക്കം വീടുകളിൽ മാത്രം എത്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ അന്നത്തെ ടി വികളില്ല, അതുപോലെ സോഷ്യൽ മീഡിയ ഇല്ല, ഫോണുകളൊന്നും ഇല്ലാത്തൊരു സമയം. ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെ വാർത്തകൾ നമ്മുടെ നാട്ടിലും അതുപോലെ മറ്റു നാട്ടുകളിലൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത് പത്രങ്ങളിലൂടെയായിരുന്നു. എന്തിനു പറയുന്നു, നമ്മുടെ സ്പോർട്സ് ചാനൽ പോലും കാണുന്നത് നമ്മൾ പത്രത്തിൽ കാണുന്ന ഒരു ചെറിയ തുണ്ടിൽ കാണുന്ന ഒരു ഫോട്ടോയെ വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്ത കാലഘട്ടമൊക്കെ ഉണ്ട്. ആ സമയമൊക്കെ കഴിഞ്ഞുപോയി. അപ്പം ഞാൻ പറയുന്ന അന്നത്തെ കാലത്തെ പത്രങ്ങളൊക്കെ വളരെ നീതി പുലർത്തി, ജനങ്ങളോട് ഒരുപാട് നീതി പുലർത്തിയ ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഈ വാർത്തകൾ കൊടുക്കുന്നതിൽ ഒരുപാട് നീതി പുലർത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അന്നൊക്കെ പത്രക്കെട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെയൊക്കെ വീട്ടിൽ പത്രം വരുത്തുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും പത്രം വരത്തില്ല, മറിച്ച് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കവലിൽ ഒരു വീട്ടിൽ നിന്നൊരു 300-500 മീറ്ററൊക്കെ അകലെയുള്ള ഒരു കട കാണും. ആ കടയിൽ കൊണ്ട് ആ നാട്ടിലെ എല്ലാവരുടെയും പത്രം ഒരു മണ്ടയിൽ ഒരു പേരെഴുതി വെച്ചിട്ട് ഇട്ടിട്ട് പോകുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ നമ്മുടെ എപ്പോഴും അമ്മയ്ക്ക് ജോലിക്ക് പോകുമ്പോൾ അവരൊന്നും വായിക്കാറില്ല. അപ്പോൾ എന്ത് ചെയ്യും, പണിയില്ലാത്ത ദിവസങ്ങളിൽ അവർ പോയി പത്രം എടുക്കും. അല്ലാത്ത വർഷം നമ്മൾ സ്കൂളിൽ പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് ആ കടയിൽ കയറി പത്രം എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് എല്ലാവർക്കും ഓരോ പേപ്പർ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഓരോ പത്രപേപ്പറുകൾ വീതിച്ച് അത് വായിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു സുഖമുണ്ടായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ പത്രങ്ങളിൽ നിന്ന് വായിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്തൊരു അറിവായിരുന്നു. ശരിയല്ലേ? അന്ന് വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വിവാദത്തെക്കാൾ ഒക്കെ ഉപരിയായി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ നടക്കുന്ന നല്ല പ്രവൃത്തികളെക്കുറിച്ചൊക്കെ ഈ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയോട് കൂടി കണ്ട് അത് മനസ്സിലാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഭാഷയ്ക്ക് ഒരുപാട് ശുദ്ധി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ശരിയല്ലേ? അന്നത്തെ കാലം എനിക്കുണ്ടെന്നല്ല ഞാൻ ഒത്തിരി വായിച്ചിട്ടുമില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാഷയ്ക്ക് ശുദ്ധി ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഭാഷയ്ക്ക് ശുദ്ധിയുള്ളായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. വായനയായിരുന്നു നമ്മുടെ എല്ലാം ശീലം. അതുപോലെ ലൈബ്രറിയിൽ പോയിരുന്ന് പുസ്തകങ്ങൾ വായിക്കുന്ന നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരുടെയൊക്കെ ഭാഷയ്ക്കുള്ളായിരിക്കുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അവർക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അതുപോലെ അവർക്ക് ബുദ്ധി വികസിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ പത്രമാധ്യമങ്ങൾ അന്നത്തെ കാലത്തെ പത്രമാധ്യമങ്ങളൊക്കെ സത്യസന്ധമായി നീതി പുലർത്തി നിന്നൊരു കാലഘട്ടം. ഇന്നത്തെ കാലത്തെ അവസ്ഥ ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കൊച്ചു കാലത്തെ പത്രവാർത്തകളും ഇന്നത്തെ കാലത്തെ പത്രവാർത്തകളും ഒന്ന് കണ്ടു നോക്കി. ഇന്നത്തെ വാർത്തകൾ ഈ അടുത്ത ദിവസം നടന്ന കാലത്ത് തന്നെ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് മഴക്കാലത്തൊക്കെ ഉരുൾപൊട്ടലും അതുപോലെ പേമാരിയൊക്കെ വന്ന അല്ലെങ്കിൽ കോവിഡൊക്കെ പോലുള്ള വാർത്തകളൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കുവാൻ കഴിയും. എന്നാൽ അതിനുശേഷം നടക്കുന്ന വാർത്തകളൊക്കെ എത്രത്തോളം തരം താഴ്ന്ന വാർത്ത കൊടുക്കല് എന്ന് ഞാൻ പറയുന്നത് തരം താഴ്ന്ന കാര്യങ്ങളൊക്കെയായിരുന്നു, വിവാദമായിരുന്നു. കൂടുതലും വിവാദപരമാകുന്ന വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി. അത് ആഴ്ചകൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ഇല്ല എന്നുള്ളത് വളരെ ദയനീയമാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ടി വികൾ നമുക്കെല്ലാ വീട്ടിലുമുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ ഞൊടിയിടയിൽ നമുക്ക് വാർത്തകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് വിടുന്ന ഒരു കാഴ്ച. ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് അങ്ങ് വിടും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ MLA ഒരു 10 ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി അനുവദിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഹെഡിങ് മാത്രം വായിച്ച് സ്കിപ്പ് ചെയ്ത് വിടും. മറിച്ച് വിവാദപരമാകുന്ന ഒരു വിഷയമുണ്ടായാൽ അല്ലെങ്കിൽ പ്രശസ്തരുടെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് കുത്തിയിരുന്ന് വായിച്ച് നാളെ അത് വായിച്ച് സന്തോഷം കണ്ടെത്തുകയും നാളെ ഇതിനെ ചൊല്ലി മറുഭാഗത്ത് വരുന്ന പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പുതിയ തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതെന്ന് ഓർക്കണം അല്ലേ? ശരിയല്ലേ? ഇന്ന് തന്നെ സിനിമാ ലോകത്തേക്ക് നോക്കിയ സിനിമാ ലോകത്ത് ഈ വിവാദകരം അധപ്പതിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുക നമ്മുടെ വാർത്തകളൊക്കെ. കാരണം വിവാദപരമാകുന്ന ഒരുപാട് വിഷയം, നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സിനിമാ നടന്മാരും സിനിമാ നടിമാരുടെയൊക്കെ വിവാദപരവും അഭിഹിത ബന്ധങ്ങളെക്കുറിച്ചും ചർച്ചയായി പത്രമാധ്യമങ്ങളുടെയും TV മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വരുമ്പോൾ നാളെ ഇതിൻ്റെ പ്രതികരണം എന്തായിരിക്കും, ഇതിനേക്കാളൊക്കെ രസമുള്ളതായിരിക്കും എന്ന് കരുതി കാത്തിരിക്കുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ എത്തിയിരിക്കുക. അപ്പോൾ ഈ സമൂഹത്തിൽ മറ്റു വാർത്തകൾക്ക് പ്രശസ്തിയില്ലാതെ മാറിയിരിക്കുകയാണ്.
നമ്മുടെ രാജ്യസുരക്ഷയെക്കുറിച്ചും അതുപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ രാജ്യം മറ്റ് രാജ്യക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ മറഞ്ഞു പോകുന്നു. അതുപോലെ നമ്മുടെ മറ്റ് സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ബന്ധങ്ങൾ ഉറപ്പിക്കുന്നുണ്ടോ, ബന്ധങ്ങൾ അകലുന്നുണ്ടോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ചർച്ചയാകാതെ വിവാദങ്ങളിലേക്ക് കൂടുതൽ കണ്ണുമായി പോകുന്ന ഒരു മീഡിയയിലേക്ക് നമ്മുടെ നാട് വന്നിരിക്കുന്നു. ശരിയല്ലേ? ഇന്ന് വ്യക്തിയുടെ പേര് അദ്ദേഹം എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് മോശമായി പെരുമാറി എന്ന് പറയുമ്പോൾ ആ ഒരു ഹെഡിങ്ങോട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിച്ചു തീരും. നാളത്തെ വാർത്ത കേൾക്കുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് മസാല ചേർത്തിട്ടുള്ള ചില വിഷയങ്ങളൊക്കെയാണല്ലോ ഇന്നത്തെ വാർത്തകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നാളെ പ്രതിഭാഗമായുന്ന ആള് എന്തായിരിക്കും, മറുഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും, അതും രസകരമായിരിക്കുമല്ലോ എന്ന് മനസ്സിന് സുഖമുണ്ടാക്കാൻ വേണ്ടി വാർത്തകൾ വായിക്കുന്ന ഒരു നൂറ്റാണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്ന് പുതിയ തലമുറയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരവും ദയനീയവുമാണ്. രസമുള്ള മസാല ചേർത്തിട്ടുള്ള ന്യൂസുകൾ കാണുവാനും കേൾക്കുവാനും കാത്തിരിക്കുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് അധപ്പതിച്ചു പോകുന്ന ഒരു തലമുറയായി മാറുന്നു എന്നത് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഇന്നത്തെ നമ്മൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സിനിമാ ലോകം ഇത്രത്തോളം അധപ്പതിച്ചു പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല നമ്മളാരും, അല്ലേ? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ നടന്മാരും നടിമാരുമൊക്കെ ഇതുപോലെയുള്ള നാറ്റക്കേസുകളിൽപ്പെട്ട് ഉണ്ട് എന്ന് നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറിയാം. പക്ഷെങ്കിൽ ഇത്രത്തോളം വെളിപ്പെടുത്തി പറയുവാൻ, അല്ലെ മുഖം പോലും മറയ്ക്കാതെ ഇദ്ദേഹം എന്നോട് ഇങ്ങനെ ചെയ്തു, അദ്ദേഹം എന്നോട് അങ്ങനെ ചെയ്തു എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം മ്ലേച്ഛകരമാണ് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്തിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിരിക്കും. എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വേറെ ഒന്നുമല്ല. ഞാൻ ഈ ന്യൂസ് വായിച്ച് എന്നെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പത്രം വായിക്കുമ്പോൾ വായിക്കുവാൻ കഴിയുന്ന സമയത്ത്, പഠിച്ച സമയത്ത്, മലയാളം വായിക്കുവാൻ പഠിച്ച സമയത്ത് പത്രം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഓടി വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ ഞാനൊക്കെ പഠിച്ചത് ഓർക്കുന്നത് കാർഗിൽ യുദ്ധമൊക്കെ നടന്ന കാലഘട്ടത്തിലായിരുന്നു ഞാൻ പത്രമൊക്കെ വായിച്ചു തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ ഈ നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റു രാജ്യവുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ച് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ രാജ്യം വിജയിക്കുമോ, നമ്മുടെ രാജ്യം വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കാത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. വായിക്കുവാൻ വേണ്ടി രാവിലെ പത്രം വായിക്കുവാൻ വേണ്ടി കാത്തിരുന്ന കാലമുണ്ട്, അല്ലേ? നമ്മുടെ രാജ്യം ജയിക്കണം, നമ്മുടെ രാജ്യം യുദ്ധത്തിൽ തോറ്റുപോകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലത്തെ വാർത്ത കാണുവാൻ വേണ്ടി നമ്മുടെ ജവാന്മാർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ത്രിവർണ്ണ പതാക ഏന്തി നിൽക്കുന്ന കാണാൻ വേണ്ടി കാത്തിരുന്ന രാത്രികളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നതങ്ങനെയാണോ? ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഈ വിവാദങ്ങളിലും രസകരമാകുന്ന മസാല ചേർത്തിട്ടുള്ള വാർത്തയ്ക്കകത്ത് മുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ പുതിയ തലമുറ ഒരുപാട് അധപ്പതിച്ചു പോയി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇതുപോലുള്ള ന്യൂസുകളും ഇതുപോലുള്ള വാർത്തകളും മനസ്സിന് ഒരു രസമുണ്ടാക്കുവാൻ വേണ്ടി മാത്രമായി ഇന്നത്തെ സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും അതുപോലെ TV മാധ്യമങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ ഇനി പുതിയ തലമുറകൾ ഈ മേഖലയിലേക്ക്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പത്രവാർത്തകൾക്കും അല്ലെങ്കിൽ മീഡിയ വിങ്ങിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സുഖത്തിന് വേണ്ടിയല്ല, നമ്മുടെ അറിവിന് വേണ്ടിയായിരിക്കണം ഈ മേഖല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ അറിവിലൂടെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ കഴിയണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഈ മേഖലയിലേക്ക് പോകുവാൻ എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുദ്ദേശമാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചേക്കാം. ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ഭാഗം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. തെറ്റുകൾ ഉണ്ടായിരിക്കാം, കുറവുകൾ ഉണ്ടായിരിക്കാം, എങ്കിലും ഞാൻ ഒന്ന് ഓർപ്പിക്കുന്നു, നമ്മൾ പുതിയ തലമുറകളൊക്കെ ഈ മേഖലയിലേക്ക്, എൻ്റെ കൂട്ടുകാരന്മാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല രീതിയിൽ ഈ മീഡിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരാണ്. അപ്പം നമ്മുടെ മസാല ചേർത്തിട്ടുള്ള രസകരമാകുന്ന വിവാദവും അതുപോലെ അങ്ങനെയുള്ള കേസുകളൊക്കെ പറയേണ്ടെന്നല്ല പറയുന്നത്, അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഹെഡിങ് ആക്കി, നമ്മളൊരു പത്രത്തിൻ്റെ ഹെഡിങ് ആയി, TV ഹെഡിങ് ആക്കി കൊടുത്ത് അവരെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ അതല്ല, നമ്മുടെ രാജ്യത്ത് മറ്റു വാർത്തകളുമുണ്ട്, അതും കൂടെ കൂട്ടിച്ചേർത്ത് മനുഷ്യന് അറിവ് നൽകുന്ന വാർത്തകൾ കൊടുക്കുവാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ഓർപ്പിക്കാനുള്ളത്. എന്തായാലും വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.